I've been dreaming on in my head like I've seen it. A life worth living is a life with. ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് iQOO പുതുതായി ഇറക്കിയ iQOO Z6 5G ഫോണിനെ പറ്റിയാണ്. ഈ ഫോണിനെ കുറിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷനും വിശേഷങ്ങളും പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലൊരു പറ്റിക്കൽ കഥയുമുണ്ട്. അതും നിങ്ങൾക്ക് കേൾക്കാം. തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണുക. iQOO Z6 5Gയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഈ ഫോൺ 15,000 രൂപയിൽ താഴെ വില വരുന്ന ഫോണുകളുടെ സെഗ്മെൻറ്റിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ അതിന് ചേർന്ന രീതിയിലുള്ള ഒരു കോൺഫിഗറേഷനാണ് iQOO ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 695 5G പ്ലാറ്റ്ഫോമാണ് ഇതിനുള്ളത്. 120 Hz ഡിസ്പ്ലേ ഉള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. കൂടാതെ 5000 mAh ബാറ്ററിയും കൊടുത്തിരിക്കുന്നു. അതെന്തായാലും തികച്ചും 15,000 രൂപയ്ക്ക് കൊള്ളാവുന്ന ഒരു കോൺഫിഗറേഷൻ തന്നെയാണ് ഈ ഫോണിനുള്ളത്. പിന്നെ എടുത്തു പറയാവുന്ന വേറൊരു പ്രത്യേകത, 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ചൂടാകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ മികച്ച ഒരു ക്യാമറ സെറ്റും ഈ ഫോണിനുണ്ട്. 50 MB ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു വിശേഷണം, 4GB റാമുള്ള ഈ ഫോണിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 8GB റാമും ഒരു 12GB റാമിൻ്റെ പ്രവർത്തന മികവ് ഈ ഫോൺ കാണിക്കുമെന്നുള്ളതാണ് iQOO അവകാശപ്പെടുന്നത്. പിന്നീട് എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷത, ഇത് മൊബൈലിൽ ഗെയിം കളിക്കുന്നവർക്ക് കൂടി വേണ്ടി ഇറക്കിയ ഫോണാണെന്ന് പറയാം. 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തോടൊപ്പം 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിനുണ്ട്. അതിനർത്ഥം ഈ ഫോൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഡിസൈൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈലിഷും സ്ലിമ്മും ആയ ഒരു ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. 8.5 mm തിക്നെസ് ആണ് ഈ ഫോണിനുള്ളത്. 186 ഗ്രാം വെയിറ്റും ഈ ഫോണിന് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നല്ലൊരു ഫോണാണ്, കൊള്ളാം. 15,000 രൂപയ്ക്ക് മൂല്യം തരുന്നൊരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതിന്റെ പിന്നിൽ വേറൊരു പറ്റിക്കൽ കഥയുണ്ട്. വിവോയുടെ സബ്സിഡിയറി കമ്പനിയാണ് ആയിട്ട് തുടങ്ങിയതാണ് iQOO. വിവോ ഫെബ്രുവരിയിൽ ഒരു ഫോൺ ഇറക്കിയിരുന്നു. ആ ഫോൺ ഏതെല്ലാം കോൺഫിഗറേഷനിൽ ഇറക്കിയിരുന്നു, ഏതെല്ലാം ക്യാമറ ചിപ്സെറ്റ്, റിഫ്രഷിംഗ് റേറ്റ്, ഏതെല്ലാം കാര്യങ്ങൾ വിവോയുടെ ആ ഫോണിനുണ്ടായിരുന്നു, അതുപോലെ പകർത്തി അതേ ഫോൺ തന്നെ പേര് മാറ്റി ഇറക്കിയിരിക്കുകയാണ് iQOOയിലൂടെ. ചുരുക്കി പറഞ്ഞാൽ വിവോ ഇറക്കിയ ആ ഫോണും iQOOവിന്റെ കോൺഫിഗറേഷനും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അത്ഭുതപ്പെടുത്തുന്ന സാമ്യതയാണ്. നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും iQOO വിവോയുടെ ആ ഫോണിനെ അതുപോലെ തന്നെ പകർത്തി വേറൊരു പേരിട്ട് നമ്മുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുക. 1 മാസത്തിനിടയിലുള്ള ഇടവേളയുള്ളൂ, ഒരു വ്യത്യാസവും. ഒരു സബ്സിഡി കമ്പനി ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഫോണിനെ ഇതുപോലെ പേര് മാറ്റി വേറൊരു കമ്പനി ഇറക്കി കണ്ടിട്ടില്ല. പല പേരുകളിൽ ഇറക്കാറുണ്ട്, പക്ഷേ ഒരേ ഫോൺ തന്നെ 2 കമ്പനിയിലായി പല പേരിൽ ഇറക്കി വിൽക്കാൻ ശ്രമിക്കുന്നത് വിവോയ്ക്ക് മാത്രമേ ഇത് കഴിയൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിവോ ഇറക്കിയ ആ ഫോണിന്റെ പേരാണ് വിവോ T1. വിവോ T1ഉം iQOO Z6 5Gയും തമ്മിലുള്ള കമ്പാരിസൺ നമുക്കിവിടെ കാണാം. 4GB റാം iQOO 6 ഇറക്കിയെങ്കിൽ 4GB റാം തന്നെയാണ് വിവോ T1നും ഉള്ളത്. അതുപോലെ പ്രോസസ്സർ നോക്കിയാലും സെയിം പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ സെറ്റപ്പും 50 MB ക്യാമറയോടുകൂടെ 2 MB ക്യാമറയും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ 16 MB ക്യാമറയാണ്. ബാറ്ററി 5000 mAh, ഡിസ്പ്ലേ 6.58 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. എന്ത് വ്യത്യാസമാണ്? ഒരു വ്യത്യാസമില്ല. വിവോയുടെ T1 ഫെബ്രുവരിയിൽ ഇറക്കി,
അതേ T1നെ പേര് മാറ്റി Iqoo Z6 5G എന്ന് കൊടുത്തുകൊണ്ട് പുതിയ ഫോണായി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എന്താ ബോളന്മാരാണോ? അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നേ, ഞമ്മെന്ത് ബോളന്മാറാ? ഞാൻ സ്കൂളൊന്നും കാണാത്തോറാ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇതാർക്കും മനസ്സിലാകാത്ത വലിയ കാര്യമാണോ? നാണക്കേടല്ലേ? വിവോ T1 എന്നും പറഞ്ഞൊരു ഫോൺ ഇറക്കിയിട്ട് അതേ ഫോൺ തന്നെ Iqoo Z6 5G എന്ന് പറഞ്ഞ് വേറൊരു കമ്പനിയുടെ പേരിൽ അതേ ഫോൺ ഇറക്കുക. എങ്കിലും വിവോ, നീ ഇത് ചെയ്യേണ്ടായിരുന്നു. Gotta focus on yourself, on your faith, on your dreams.